Hi children, peace be upon you all. A very warm welcome to my English class. Hope you are fine. I am Nasiha, your English teacher. So let us go through the next portion of the story, Cinderella. So, the search. Listen carefully and keep your fingers where I am reading. The prince became very sad when Cinderella left him. രാജകുമാരന് വളരെയധികം സങ്കടം തോന്നി സിൻഡ്രല്ല അവനെ വിട്ടിട്ട് പോയപ്പോൾ. His servants brought him the glass shoe that Cinderella had left in the room. അദ്ദേഹത്തിൻ്റെ പരിചാരകന്മാർ അല്ലെങ്കിൽ സെർവൻസ് എന്ത് ചെയ്തു, അവിടെ സിൻഡ്രല്ല ഷൂ മറന്നു വെച്ചിട്ട് പോയില്ലേ, ആ ഷൂ എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. He wanted to find out the beautiful girl who had danced with him. അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് കളിച്ച ആ ബ്യൂട്ടിഫുൾ വുമണിനെ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിച്ചു. The next day he sent messengers to announce that Prince would visit every home to find out the lady. പിറ്റേ ദിവസം അദ്ദേഹം മെസ്സഞ്ചേഴ്സിനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ വേണ്ടി പറഞ്ഞയച്ചു. എന്തായിരുന്നു അനൗൺസ്മെൻറ്റ്? പ്രിൻസ് ഓരോ വീട്ടിലെ പെൺകുട്ടികളെയും വന്ന് കാണുന്നുണ്ട്. എന്തിനാണ്? ഫൈൻഡ് ഔട്ട് ദ ലേഡി, ആ ബ്യൂട്ടിഫുൾ ലേഡീനെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിൻസ് ഓരോ വീടും സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. ഈ വാർത്ത അവിടെയുള്ള എല്ലാ ലേഡീസിനും വളരെ ആവേശം ഉണ്ടാക്കി. ദ ടു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വർ വെരി ഗ്ലാഡ് ബിക്കോസ് ദേ ഹാഡ് പ്രിറ്റി ഫീറ്റ്. അപ്പോൾ സിൻഡ്രല്ലൻ്റെ രണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനും വളരെ സന്തോഷമായി. കാരണം അവർക്ക് എന്താണ്, അവർക്ക് നല്ല പ്രെറ്റി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാൽപാദങ്ങളുണ്ട്. They put on their best clothes and waited for the prince. അവരുടെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് പ്രിൻസിന് വേണ്ടി കാത്തു നിന്നു. ബട്ട് സിൻഡ്രല്ല ഡിഡ്ന്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. സിൻഡ്രല്ലയ്ക്ക് നല്ല ക്ലോത്ത്സ് ഉണ്ടോ? ഇല്ല. പക്ഷേ സിൻഡ്രല്ലയ്ക്ക് നല്ല ക്ലോത്ത്സ് ഒന്നുമില്ല. സിൻഡ്രല്ലയുടെ നല്ല ക്ലോത്ത്സ് ഒക്കെ എന്തായി? സിൻഡ്രല്ലൻ്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സും എടുത്തു വെച്ചു അല്ലേ. എന്നിട്ട് കീറിയ വസ്ത്രങ്ങളാണ് സിൻഡ്രല്ലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ദ പ്രിൻസ് വിസിറ്റഡ് എവ്രി ഹൗസ്. പ്രിൻസ് എന്ത് ചെയ്തു? എല്ലാ വീടും വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. ഹി ഇൻവൈറ്റഡ് ഗേൾസ് ടു ട്രൈ ഓൺ ദ ഷൂ സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം. സിൻഡ്രല്ല ബോൾ റൂമിൽ വിട്ടുപോയ ആ ഷൂ എല്ലാ ഗേൾസിനോടും എന്ത് ചെയ്തു? ധരിച്ചു നോക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്. ട്രൈ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ധരിച്ചു നോക്കുക അല്ലേ. നമ്മൾ ട്രയൽ റൂം അല്ലേ, നമ്മൾ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പോവില്ലേ, നമ്മൾ ധരിച്ചു നോക്കുന്നതിനാണ് ട്രൈ ഓൺ എന്ന് പറയുന്നത്. The girls tried it on. ഗേൾസ് എന്ത് ചെയ്തു? അത് ധരിച്ചു നോക്കി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. പക്ഷെ ഒരാളെ കാലിലും അത് യോജിച്ചില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. അവസാനം പ്രിൻസ് എവിടെ എത്തി? സിൻഡ്രല്ലൻ്റെ വീട്ടിലും എത്തി. ദ എൽഡസ്റ്റ് സ്റ്റെപ്മദറിൻ്റെ ദ എൽഡസ്റ്റ് ഡോട്ടർ അഥവാ ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെൻറ്റ് ടു ഹർ റൂം to try on the shoe and her mother stood by. അപ്പോൾ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ എന്ത് ചെയ്തു? ആ ഷൂ വാങ്ങിയിട്ട് റൂമിലേക്ക് പോയി. എന്തിനാണ്? ഇട്ട് നോക്കാൻ വേണ്ടി. അപ്പോൾ കൂടെ ആരുണ്ടായിരുന്നു? സ്റ്റെപ്പ് മദർ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹർ ബിഗ് ടോ ഇൻ ടു ഇറ്റ് ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. ഷൂ വളരെ ചെറുതായിരുന്നു, അവളുടെ തള്ളവിരൽ അതിൽ കൊള്ളിയിട്ടുണ്ടായിരുന്നില്ല. Then her mother handed her a knife. അപ്പോൾ അവളുടെ അമ്മ എന്ത് ചെയ്തു? ഒരു കത്തി കൈ കൊടുത്തു. എന്നിട്ട് എന്തു പറഞ്ഞു? Cut the toe off. For when you are a queen, you will never have to go on foot. So the girl cut off her toe. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? അമ്മ ഭയങ്കര അതിബുദ്ധിയുള്ള ആളാണ് അല്ലേ. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? തള്ളവിരൽ മുറിച്ച് കളഞ്ഞേക്ക്, കാരണം നീ ഒരു രാജ്ഞിയായാൽ പിന്നെ നിനക്ക് ഒരിക്കലും നടക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? തള്ളവിരൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാളാന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടി അവളുടെ കാലിൻ്റെ തള്ളവിരൽ എന്ത് ചെയ്തു? മുറിച്ച് കളഞ്ഞു. എന്നിട്ട് squeezed her foot into the shoe. എന്നിട്ട് ഷൂവിലേക്ക് കാല് ഇങ്ങനെ ഞെരുക്കി അങ്ങോട്ട് കയറ്റി. ഷീ കൺസീൽഡ് ഹർ പെയിൻ. അവളുടെ വേദന അവൾ മറച്ചു വെച്ചു. പാവല്ലേ. പക്ഷേ എന്താണ് മണ്ടത്തരം ചെയ്യണല്ലേ.
അവർ സിൻഡ്രല്ലനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. പക്ഷെ അവരെന്നെ ഇപ്പം എന്താണ് അത്യാഗ്രഹം കൊണ്ട് മണ്ടത്തരം ചെയ്യാണ്. സ്ക്വീസ്ഡ് ഹർ ഫൂട്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഞെരുക്കി ഉള്ളി കയറ്റി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, വേദന മറച്ചു വെച്ചു. ആൻഡ് വെൻറ്റ് ഓൺ ടു ദ പ്രിൻസ്. എന്നിട്ട് രാജകുമാരൻ്റെ അടുത്ത് പോയി കാണിച്ചു കൊടുക്കും, ഇതാ കൊള്ളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഷൂ. പ്രിൻസ് കാലിലേക്ക് നോക്കി. ആൻഡ് സോ ബ്ലഡ് ഫ്ലോയിങ് അണ്ടർ ഇറ്റ്. അപ്പോഴാണ് കാണുന്നത് എന്ത്, അതിൻ്റെ അടിയിൽ കൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു പ്രിൻസ്. നോ ദ ബ്രൈഡ് അറ്റ് ഓൾ, നോട്ട് ദ ബ്രൈഡ്, നോ സോറി, നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. അപ്പോൾ എന്താ പറയണേ, ഇത് എന്തല്ല, യഥാർത്ഥ വധു ഇതല്ല എന്ന് പറയും. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. ദേഷ്യത്തിലാണ് പ്രിൻസ് അത് പറയുന്നത്. കാരണം രക്തമൊക്കെ ഒലിച്ച് വന്ന് എന്തോ ഒരു പണി ചെയ്തിട്ടുണ്ടെന്ന് പ്രിൻസിന് മനസ്സിലായി. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദ ഷൂ. എന്നിട്ട് അടുത്ത സിസ്റ്ററും ഷൂ ട്രൈ ചെയ്തു. ഷീ വെൻറ്റ് ഇൻ ടു ഹർ റൂം. അവളും റൂമിൽ പോയി ടു ഡു സോ, ചെരുപ്പിട്ട് നോക്കാൻ. ആൻഡ് ഗോട്ട് ഹർ ടോസ് കംഫർട്ടബ്ലി. അവളുടെ കാല് വേഗം, തള്ളവിരലൊക്കെ വേഗം ഉള്ളിൽ പോയി. ബട്ട് ഹർ ഹീൽ വാസ് ടു ലാർജ്. പക്ഷേ കുതിക്കാല്, ഹീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, കുതി. അപ്പോൾ കുതിക്കാല് എന്തില്ല, ഭയങ്കര വലുതാണ്, കുതിക്കാല് കയറുന്നില്ല. ദെൻ ഹർ മദർ ഹാൻഡഡ് ഹർ ദ നൈഫ്. അമ്മയ്ക്ക് എന്താണ്, അമ്മ പിന്നെയും അതേ പണി ചെയ്തു, ഒരു കത്തി കൊടുത്തു. ആൻഡ് സെയിങ് കട്ട് ദ പീസ് ഓഫ് യുവർ ഹീൽ. എന്നിട്ട് എന്ത് പറഞ്ഞു, നിൻ്റെ എന്താ പറയുന്നത്, കുതിക്കാലം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞേക്ക് അല്ലേ. നീ പിന്നെന്താ പറയുന്നത്, വെൻ യു ആർ ദ ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. സോ ദ ഗേൾ കട്ട് ഓഫ് ദ പീസ് ഓഫ് ഹർ ഹീൽ. എന്താ പറഞ്ഞത്, നീ റാണിയായി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും നടക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്തു, അവളുടെ കുതിക്കാലം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. ആൻഡ് ത്രസ്റ്റ് ഹർ ഫൂട്ട് ഇൻ ടു ദ ഷൂ. എന്നിട്ട് ഷൂലേക്ക് അവളുടെ കാലിന് കുത്തി കയറ്റി. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഫീറ്റ്. അങ്ങനെ പ്രിൻസിൻ്റെ അടുത്ത് പോയപ്പോൾ പ്രിൻസ് എന്ത് ചെയ്തു, അവളുടെ കാലിലേക്ക് നോക്കി. ആൻഡ് ബിക്കം മോർ ആംഗ്രി. ഭയങ്കര ദേഷ്യം വന്നു പ്രിൻസിന്. ആൻഡ് ഷൗട്ടഡ്. എന്നിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു, ദർ ഈസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. നിങ്ങളുടെ കാലിൽ ബ്ലഡ് ഇതാ. ദ ഷൂ ഈസ് ടു സ്മോൾ. ഷൂ എന്താണ്, വളരെ ചെറുതാണ്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. നിങ്ങൾ യഥാർത്ഥ വധു അല്ല. ദെൻ സിൻഡ്രല്ല കെയിം ഫോർവേഡ് ആൻഡ് സെഡ്. അപ്പോൾ അടുത്തത് എന്താണ്, സിൻഡ്രല്ല മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ലെറ്റ് മീ ട്രൈ ഇറ്റ്. ഞാനൊന്നിത് ശ്രമിച്ചു നോക്കട്ടെ. ഹർ സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹർ. സിസ്റ്റേഴ്സ് ഇത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ. എന്താ പറയുന്നത്, കടന്നു പോവും അവിടെ നിന്നിട്ട്. ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ, ഇവിടുന്ന് കടന്നു പോവും. ഹൗ ഡെയർ യു കം ഹിയർ ഇൻ ദീസ് ഡേർട്ടി റാഗ്സ് യു അഗ്ലി ക്രിയേച്ചർ. ഇത്ര അഴുക്ക് പിടിച്ച കീറത്തുണിയൊക്കെ ഇട്ട് വൃത്തികെട്ട ജന്മമേ, അഗ്ലി ക്രിയേച്ചർ, വൃത്തികെട്ട ജന്മമേ, നിനക്ക് എത്ര ധൈര്യമുണ്ട് ഇവിടെ വന്നിട്ട് നിൽക്കാൻ. ബട്ട് ദ പ്രിൻസ് ആസ്ക്ഡ് ഹർ ടു ട്രൈ ദ ഷൂ. അവരങ്ങനെ പറഞ്ഞപ്പോൾ പ്രിൻസ് എന്ത് പറഞ്ഞു, ഈ ഷൂ ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അനുവാദം കൊടുക്കും. ഐ ഹാവ് സീൻ യു സംവെയർ ബട്ട് ഐ കനോട്ട് റിമെമ്പർ വെയർ. ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അതെവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഹി സെഡ്. സിൻഡ്രല്ല പുട്ട് ഹർ ലെഫ്റ്റ് ഫൂട്ട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റഡ് ഹർ പെർഫെക്റ്റ്ലി. സിൻഡ്രല്ലൻ്റെ ഇടത് കാലിലെ ഷൂ, സിൻഡ്രല്ല ഇടത് കാലിൽ ഈ ഷൂ ഇട്ട് നോക്കിയപ്പോൾ അത് അവളുടെ കാലിൽ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് അത് എന്ത് ചെയ്തു, ഫിറ്റായി, യോജിച്ചു. എവ്രിബഡി വാസ് ആസ്റ്റോണിഷ്ഡ്. എല്ലാവർക്കും എന്തായി, ആസ്റ്റോണിഷ്ഡ് എന്ന് പറഞ്ഞാൽ അതിശയിച്ചു. എല്ലാവർക്കും എവ്രിബഡി വാസ് ആസ്റ്റോണിഷ്ഡ്. She then pulled out the other shoe from her pocket and put it on her right foot. അവളുടെ പോക്കറ്റ്, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ പോക്കറ്റിൽ നിന്ന് മറ്റേ ഷൂ എടുത്തിട്ട് വലത്തെ കാലിൽ ധരിച്ചു. Just then the fairy appeared and touched her with her magic wand. അപ്പോൾ തന്നെ ആര് പ്രത്യക്ഷപ്പെട്ടു, ഫെയറി, മാലാഖ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവളുടെ മാലാഖൻ്റെ കയ്യിലുള്ള ആ മാജിക് വാൻഡ്, മാന്ത്രിക ദണ്ടുകൊണ്ട് സിൻഡ്രല്ലനെ ഇങ്ങനെ ടച്ച് ചെയ്തു, തൊട്ടു. ഇൻ എ മൂമെൻറ്റ്, അപ്പം തന്നെ എന്തായി, റാഗ്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. അവളുടെ ആ മുഷിഞ്ഞ അഴുക്ക് പിടിച്ച വസ്ത്രം മാറിയിട്ട് ഒരു ഗോൾഡും സിൽക്കും
നിറഞ്ഞ വസ്ത്രമായി മാറി. സിൻഡ്രല്ല ബാളിനിട്ടിട്ട് പോയ വസ്ത്രം അതായി മാറി. ദ പ്രിൻസ് ഡാൻസ്ഡ് വിത്ത് ജോയ് ആൻഡ് ക്രൈഡ്. പ്രിൻസിന് ഭയങ്കര സന്തോഷമായി, എണിച്ചൊന്ന് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി പ്രിൻസ്. എന്നിട്ട് ഒച്ചത്തിൽ പറഞ്ഞു, എന്താണ്? ദിസ് ഇസ് ദ റൈറ്റ് ബ്രൈഡ്. ഇതാണ് യഥാർത്ഥ വധു. ദ ഷൂ ആർ ഫിറ്റ് ഫോർ ഹർ. ഈ ഷൂസ് അവൾക്ക് ഫിറ്റായി, അവൾക്ക് യോജിച്ചു. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. എല്ലാവരും ഇപ്പോൾ നമ്മൾ കുറേ പേര് പോയില്ലേ, അതൊന്നുമല്ല, ഇത് തന്നെയാണ് യഥാർത്ഥ വധു. ഹി സെഡ് ടു സിൻഡ്രല്ല. സിൻഡ്രലിനോട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിൻസ് എന്തു പറഞ്ഞു? യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്. എന്താ പറഞ്ഞത്? നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. ഞാൻ നിന്നെ എൻ്റെ വധു ആക്കും. ആ ബോൾ എന്തിനാണ് നടത്തിയിരുന്നത്? രാജകുമാരിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ ബോളാണ് അല്ലേ. അപ്പോൾ ആ രാജകുമാരിയായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രിൻസ് പറയുകയാണ്. ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടുക്ക് ഹർ ടു ദ പാലസ്. പ്രിൻസ് എന്ത് ചെയ്തു? അവളെ കല്യാണം കഴിച്ച് അവളെ രാജകുമാരൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. സിൻഡ്രല്ല പാർഡൺഡ് ഹർ സിസ്റ്റർ ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റെപ്പ് മദറിനെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും കൊണ്ടുപോകുമോ? 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെയും കൊണ്ടുപോകില്ല അല്ലേ. പക്ഷെ സിൻഡ്രല്ല എന്താണ്? നല്ല മനസ്സുള്ള സിൻഡ്രല്ലയാണ് അല്ലേ. അപ്പോൾ സിൻഡ്രല്ല എന്ത് ചെയ്തു? പാർഡൺഡ് ഹർ സിസ്റ്റർ. ക്ഷമിച്ചു. അവരുടെ സിസ്റ്ററിന് ക്ഷമ കൊടുത്തിട്ട് സിസ്റ്റേഴ്സിനെയും എവിടെ കൊണ്ടുപോയി? പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ദേ ലിവ്ഡ് ദർ ഹാപ്പിലി ദർ ആഫ്റ്റർ. അതിനുശേഷം അവർ വളരെ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ കഴിഞ്ഞു. സോ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷായി. സിൻഡ്രല്ലാൻ്റെ ചാപ്റ്റർ ഫിനിഷായി. അപ്പോൾ ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്കിന്ന് സബ്മിറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നോട്ട്സ് ഞാൻ സെൻഡ് ചെയ്ത് തരും. ആ നോട്ട്സൊക്കെ നിങ്ങളുടെ നോട്ടിൽ കൃത്യമായി എഴുതി വെക്കണം. അപ്പോൾ താങ്ക് യു.